ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ഓണമാണ്, നബിദിനമാണ്, പ്ലസ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പം ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ്. അപ്പം മോർണിംഗ് എണീറ്റു, ഫ്രഷ് ആയതിനു ശേഷം അടുക്കളയിൽ ചെന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഫുൾ പച്ചക്കറി അതിൻ്റെയൊക്കെ ഒരു മേളമാണല്ലോ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഓണം. പക്ഷേ ഞാൻ ഈ വ്ളോഗ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. സ്ഥിരം എല്ലാവരുടെ വീട്ടിലുള്ള പോലെ തന്നെ ഇഡലിയും സാമ്പാറുമാണ്, ചമ്മന്തിയുമാണ് എല്ലാ തവണയും ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ അമ്മ ചമ്മന്തിയൊന്നും വെച്ചില്ല. കാരണം അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവർ രാവിലെ എണീച്ച് അമ്പലത്തിൽ പോയത് കൊണ്ട് തന്നെ അതെല്ലാം കൂടെ വയ്ക്കാൻ സമയം കിട്ടി. ഉച്ചക്കത്തേക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ബെല്ലേൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണാണ്. എൻ്റെ ഓണം കൊണ്ടുപോയി, പിരീഡ്സ് കൊണ്ടുപോയി. ബെല്ല വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ല. അയ്യോ, വീഡിയോ എടുക്കാനുള്ള മൂഡിലല്ല, ഉറങ്ങുമായിരുന്നു. ഞാൻ ഉറക്കത്തിൻ്റെ ഇടയിൽ പിടിച്ചെടുത്തോണ്ടാണ്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ മൂഡ് വരിക? അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ സാരിയും ബ്ലൗസൊക്കെ ഞാൻ ഇടണോ എന്ന് വിചാരിച്ചു. കാരണം ആ സാരി ഉടുത്താൽ പിന്നെ നമുക്ക് അറിയാമല്ലോ, ഓഫ് കോഴ്സ് നമുക്ക് അമ്പലത്തിൽ ഇടാൻ പറ്റില്ല. പിന്നെ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെ സാരിയും ഉടുക്കാറില്ല. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതങ്ങിടാം. എന്തായാലും ഞാൻ ആ സാരിയും ബ്ലൗസും ഒക്കെ ഇടുന്ന ഒരു ചിന്തിച്ചു മനസ്സിൽ. പിന്നെ അതങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ പോയി പിടിക്കണ ഇഷ്ടമല്ല. എപ്പോൾ വേണമെങ്കിലും കടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കിട്ടി, ഇപ്പം കിട്ടിയേനെ. അയ്യോ, ഇപ്പം കിട്ടിയേനെ. ബെല്ല ഓണായിട്ട് കടിക്കല്ലേ, ബെല്ലയ്ക്കറിയോ ഓണാണെന്ന്. അപ്പോൾ എല്ലാ തവണയും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ നിന്ന് നമ്മൾ സദ്യയൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ പോകാൻ പറ്റിയില്ല. ആസ് യൂഷ്വൽ ഓണം പിരീഡ്സ് കൊണ്ടുപോയതുകൊണ്ട് തന്നെ പറ്റിയില്ല. അപ്പോൾ അച്ഛൻ മാത്രമാണ് പോയത്. അച്ഛൻ വന്നപ്പം സദ്യയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അച്ചാമ്മേൻ്റെ വീട്ടിലോട്ട് പോയി. അച്ഛൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ട് പോയി. ഇവിടെ നിന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ പോണ വഴിക്കൊക്കെ ഓണം ആവുകൊണ്ട് തന്നെ ഓണാഘോഷ പരിപാടികളും കാര്യങ്ങളും എല്ലാം നടക്കുകയാണ്. പിന്നെ അനിയൻ ഗൾഫിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഓണാണ്. പക്ഷെ അവിടെ നബിദിനം ആവുകൊണ്ട് അവനും ആഘോഷിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു, ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ വിളിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പോണ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പോയി തിരിച്ച് വരണ വഴിക്ക് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴയുണ്ടായിരുന്നുള്ളൂ, വലുതായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പോയി തിരിച്ച് വന്ന് ഇനിയാണ് ഉച്ചക്കത്തെ പരിപാടികൾ. ബാക്കിയല്ലായ വീടെടുക്കാൻ പറഞ്ഞിട്ട് മാറാനോ? ഞാൻ സൈഡിൽ പോവാ, അവിടെ വരണം. അടുക്കളയിലെ പരിപാടികൾ തകൃതിയായിട്ട് നടക്കട്ടെ. ആ സമയം കൊണ്ട് ഞാനും ചേച്ചിയും വിചാരിച്ചു റെഡിയായിട്ട് ഫോട്ടോ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു. ആ സമയം കൊണ്ട് എന്തായാലും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാവും. എവിടെ പോണത്? ബെല്ല എങ്ങോട്ടെങ്കിലും പോയി കളയും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിടിച്ചിട്ട്. ഇതോ ക്യാമറ നോക്ക്. ബെല്ലേൻ്റെ ഫസ്റ്റ് ഓണം ഇവിടുത്തെ. സദ്യ കഴിക്കണ്ടേ? അവിടെ പോയി നോക്കുന്ന എങ്ങനെ എടുക്കുന്നില്ല. ഭയങ്കര കുരുത്തക്കിട്ട സാധനം തന്നെ. ഓ മൈ ഗോഡ്. അപ്പോഴും കൊണ്ടങ്ങ് നേരെ നോക്കിയാണ് മോഹം. തക്കുടിന്റെ ഫസ്റ്റ് ഓണമാണെന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇല്ലേ അമ്മ? അത് പിള്ളേർ. തക്കുടിന്റെ ഫസ്റ്റ് ഓണമാണ് ഇവിടത്തെ. അങ്ങനെ കുറച്ച് കുസൃതികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം എല്ലാവരും വീട്ടിലുള്ള പോലെ തന്നെ ഒരു സിമ്പിൾ
യെറ്റ് എലഗൻറ്റ് ഒരു ഓണം സദ്യയായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കായിരുന്നു. കാരണം അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ ഫേവറേറ്റ് പായസമാണ് കേട്ടോ വെച്ചത്, കടല പായസമായിരുന്നു. പക്ഷേ എനിക്ക് ആകെ വിഷമമായിപ്പോൾ, ഇത് ബോളി കിട്ടാത്തതാണ്. എനിക്ക് പായസത്തിനോട് ബോളി ഇല്ലാതെ എനിക്ക് എന്തോ ഒരു വിഷമമാണ്. അപ്പം ഞാൻ പപ്പടം കൂട്ടി ഞാനങ്ങനെ കഴിച്ചു നോക്കിയിട്ടില്ല, എനിക്ക് ആ കോമ്പിനേഷൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ പപ്പടം എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഞാൻ വെച്ച് ശരി എൻ്റെ 2 ഫേവറേറ്റും കൂടെ ഇങ്ങനെ കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല ഗീസ്. പിന്നെ നമ്മൾ ബെല്ലയ്ക്ക് സദ്യ കൊടുത്തു. പക്ഷെ അത് വലുതായിട്ട് കഴിച്ചൊന്നുമില്ല. ക്യാറ്റ് ഫുഡ് ഇട്ട് കൊടുത്തെങ്കിലും വലുതായിട്ട് കഴിച്ചൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ഇവിടെ ഒരു പട്ടിയുണ്ട്, റൂബി എന്നാണ് പേര്, അതിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഫോട്ടോ എടുത്ത് ശരിയായില്ല പറഞ്ഞിട്ട്, കാരണം ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ അത്ര കിടിലമൊന്നുമല്ല, അതുകൊണ്ട് അവൾക്ക് അങ്ങനെ ഫോട്ടോ എടുത്തത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിട്ടും ആൾക്ക് 1-2 ഫോട്ടോ ഇഷ്ടപ്പെട്ടുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല, മേ ബി എൻ്റെ കഴിവില്ലായ്മ കൊണ്ടായിരിക്കും. ആണ് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ്. കാരണം ഞാൻ ക്യാമറ ഹാൻഡിൽ ചെയ്യാൻ ഒട്ടും എനിക്ക് പറ്റില്ല. ഞാൻ പക്ഷേ പോസ് ചെയ്യും. എനിക്ക് പോസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്കിങ്ങനെ എടുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അപ്പം കുറേ ഫോട്ടോസ് എടുത്ത് അങ്ങനെ ഇന്ന രീതിക്ക് എന്ന് പിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകിട്ടായപ്പോൾ പിന്നും പായസം കുടിക്കാനൊരു മോഹം. അങ്ങനെ പിന്നും പായസം എടുത്ത് കുടിച്ചു. പക്ഷേ അതിലൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ബെല്ല പോലും ഫുഡൊക്കെ കഴിച്ചിട്ട് കിറങ്ങി ഉറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് കേക്ക് വാങ്ങി വെച്ചത് മുറിക്കണം എന്നുള്ള കാര്യം വിട്ടുപോയി. അതുകൊണ്ട് പായസം എടുത്ത് കുടിച്ച് കേക്കും വേണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് അവർ വായി വെച്ച് തന്നത് മാത്രമേ കഴിച്ചോളൂ. പിന്നെ കടകളൊക്കെ ഓൾമോസ്റ്റ് അവധിയാവുകൊണ്ട് 1/2 kg ഒന്നും കിട്ടിയില്ല, 1 kg ആണ് വാങ്ങിയതും. അത് പിന്നെ ആൾക്കാർക്ക് അതിന് കൊടുത്ത് തീർക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതും സെലിബ്രേറ്റ് ചെയ്തു. അവരും വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കൊക്കെ കട്ട് ചെയ്ത് അതും സെലിബ്രേറ്റ് ചെയ്തു. ഇന്നൊരു സെലിബ്രേഷൻ്റെ ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ബെല്ലയ്ക്ക് നമ്മൾ കേക്ക് കൊടുത്തു. ബെല്ലയ്ക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ കേക്ക്, മുട്ടായി, ഐസ്ക്രീമൊക്കെ ഇങ്ങനെ ഒരുപാടൊന്നും കൊടുത്തുകൂടെ, ഇച്ചിരിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ബെല്ലയ്ക്ക് നമ്മൾ കൊടുത്തു. രാത്രി നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു. അപ്പം പിന്നെ വൈകിട്ട് നമുക്ക് എന്തായാലും നബിദിനം കൂടെ അല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മട്ടനല്ല ബീഫ് ആണ് കഴിക്കാൻ പോയത്, ആലങ്കോടുള്ള ഓൾഡ് സെൻട്രൽ ഹോട്ടൽ. അപ്പോൾ ചേച്ചീൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ വീഡിയോസ് സെൻഡ് ചെയ്ത് വാങ്ങുകയാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കുറേ വീഡിയോസ് ചേച്ചീൻ്റെ ഫോണിലും കുറേ എൻ്റെയിലുമാണ് എടുത്തേക്കണം. അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. എല്ലാ ആഘോഷവും കഴിഞ്ഞു. ഓണം ആഘോഷവും കഴിഞ്ഞു, അച്ഛനമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷവും കഴിഞ്ഞു, നബിദിനായിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ച് അങ്ങനെ എല്ലാ ആഘോഷവും നമ്മൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ്. വഴിയിലൊക്കെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ടയേർഡായിപ്പോയി. ഇല്ലെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രം ലൈറ്റ് കാണാൻ പോകാമെന്നും കൂടെ വിചാരിച്ചതാണ്. പിന്നെ അത് ടയേർഡായിപ്പോയി. വന്നപ്പോഴത്തേന് ഒരാൾ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ബെല്ലയ്ക്ക് ഭയങ്കര വിഷമമാണ്. തിരിച്ച് വരണവരെ നമ്മളെ കാത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതിനെയും കളിപ്പിച്ചതിന് ശേഷം എല്ലാവരും അവരവരെ കാര്യം നോക്കി പോയി കിടന്നുറങ്ങി. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ.